സോ ഹലോ സ്റ്റുഡൻസ്, നമുക്ക് ചാപ്റ്റർ 6-ലുള്ള 16-ാമത്തെ എക്സാമ്പിൾ ഒന്ന് ചെയ്തു നോക്കാം. എ ഡ്രം റോളിംഗ് ഡൗൺ എ പ്ലെയിൻ. നോക്കുക. എ യൂണിഫോം ഡ്രം ഓഫ് റേഡിയസ് ബി ആൻഡ് മാസ് എം റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഡൗൺ എ പ്ലെയിൻ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ആംഗിൾ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു പ്ലെയിനാണ്. ആ പ്ലെയിനിൽ കൂടി ഒരു ഡ്രമ്മ് സ്ലിപ്പ് ചെയ്യാതെ ഉരുണ്ട് താഴേക്ക് വരുന്നു. ഇതിൻ്റെ ഡ്രമ്മിൻ്റെ റേഡിയസ് ബി ആണ്, അതിൻ്റെ ടോട്ടൽ മാസ് എം ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ഇറ്റ്സ് ആക്സലറേഷൻ എലോങ് ദി പ്ലെയിൻ. ഈ താഴേക്കുള്ള ആക്സലറേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ആക്സലറേഷൻ ഈസ് ഷോൾഡ് ആസ്. നൗ ഈ ഡ്രമ്മിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്, അതിൻ്റെ റേഡിയസ് ബി ആണെങ്കിൽ അതിൻ്റെ മൂമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദി സെൻറ്റർ. സോ ദിസ് ആൻ ആക്സിസ് പാസിങ് ത്രൂ ദ സെൻറ്റർ. ഡ്രമ്മിൻ്റെ കേസിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും, മസിൽ കൂടി ആയിരിക്കും ആക്സ് കടന്നു പോകുന്നത്. ആ മൂമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എന്ത് എഴുതാം? എം ബി സ്ക്വയർഡ് ബൈ 2 I/0 എം ആർ സ്ക്വയർഡ് ബൈ 2 എന്ന് നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ഹൂപ്പിൻ്റെ കേസിൽ. അപ്പോൾ അതുപോലെ തന്നെ അതേ മൂമെൻറ്റ് ഓഫ് ഇനേർഷ്യ തന്നെയായിരിക്കും, അതേ എക്സ്പ്രഷൻ തന്നെയായിരിക്കും കിട്ടുക. വി വിൽ ഗെറ്റ് എം ബി സ്ക്വയർഡ് ബൈ 2 എന്ന് എഴുതാം. നൗ ഇതിന് മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ ഏതെല്ലാണെന്ന് നമ്മൾ ഇനി അടുത്ത് കണ്ടുപിടിക്കണം. സോ ഇതിൻ്റെ മാസ് എം ആണെങ്കിൽ എം ജി ഫോഴ്സ് വിൽ ബി ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ദീസ് ഫോഴ്സ് വിൽ ബി ആക്ടിങ് ഡൗൺവേർഡ്സ്, എം ജി. സോ ദാറ്റ് ഈസ് റിട്ടൺ ആസ് ഡബ്ല്യു. സോ ആക്ച്വലി ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ജി. നൗ ഈ ഡ്രമ്മ് ഈ സർഫസുമായിട്ട് ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലേക്കാണ്. ഈ സെൻറ്റർ ഓഫ് മാസിന് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുക. സോ ഈ ആംഗിൾ നോക്കുക. ദിസ് ആംഗിൾ ഈസ് തീറ്റ. സോ ഡബ്ല്യു ആണ് വെയിറ്റ് എങ്കിൽ നമുക്കിതിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് ഇതിനെ തിരിക്കാം. ഒന്ന് ഈ ഡയറക്ഷനിലേക്കുള്ള വെയിറ്റിൻ്റെ ഒരു കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് ഡബ്ല്യു കോസ് തീറ്റ. ഈ ഡയറക്ഷനിലേക്കുള്ള വെയിറ്റിൻ്റെ ഒരു കമ്പോണൻറ്റ്. സോ ഈ ഡയറക്ഷനിലേക്കുള്ള വെയിറ്റിൻ്റെ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ പാരലൽ ടു ദിസ്. ദിസ് കമ്പോണൻറ്റ് വിൽ ബി ഡബ്ല്യു സൈൻ തീറ്റ. സോ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ആക്ടിങ് ഓൺ ദി സെൻറ്റർ ഓഫ് മാസ്, അല്ലേ, ഡബ്ല്യു സൈൻ തീറ്റ. നൗ ഈ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡബ്ല്യു സൈൻ തീറ്റ. അപ്പോൾ ഇതിങ്ങോട്ട് ഉരുട്ട് പോരുകയാണ്. തീർച്ചയായിട്ടും എന്തുണ്ടാവും? അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. സോ ദ നെറ്റ് ഫോഴ്സ് ഈസ് ഡബ്ല്യു സൈൻ തീറ്റ മൈനസ് എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ, ടോട്ടൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ. ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം അനുസരിച്ച് നമുക്കിങ്ങനെ എഴുതാം. ഡബ്ല്യു സൈൻ തീറ്റ ഈസ് എ ഫോഴ്സ് ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. എഫ് ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ബോത്ത് ആർ ഹാവിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. സോ ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ ഒന്ന് നെഗറ്റീവ് ആയിരിക്കും. ഡബ്ല്യു സൈൻ തീറ്റ മൈനസ് എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലേഷൻ. നൗ ഇതിൻ്റെ റേഡിയസ് ബി ആണ്. ഈ ഫോഴ്സ് അനുഭവപ്പെടുന്നത് ഇതാ, ഇതിൻ്റെ ടാൻജൻഷ്യലായിട്ട് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണ്, ഫ്രിക്ഷൻ ഫോഴ്സ്. സോ ഡബ്ല്യു സൈൻ തീറ്റ ഈസ് ആക്ടിങ് ഇൻ ദ സെൻറ്റർ. അപ്പോൾ ഈ ഫോഴ്സ് സെൻറ്റർ ഓഫ് മാസിനെ അനുസരിച്ച് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ ടോർക്ക് കണ്ടു കഴിഞ്ഞാൽ ഡബ്ല്യു സൈൻ തീറ്റ വിൽ നോട്ട് പ്രൊഡ്യൂസ് എനി ടോർക്ക്. പക്ഷേ ബി ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബി ആണ്, ഈ ഫോഴ്സ് ഇങ്ങോട്ടാണ്. സോ ദ ടോർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഫോഴ്സ് ഈസ് ബി ഇൻറ്റു എഫ്. ബി ഇൻറ്റു എഫ് എന്ന് പറയുന്ന ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടോർക്കിനെ നമുക്ക് വേറെ വിധത്തിൽ എഴുതാം. ഇങ്ങനെ എഴുതുക: മൂമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആംഗുലർ ആക്സലറേഷൻ, ദാറ്റ് ഈസ് I0 ഇൻറ്റു ആൽഫ എന്ന് എഴുതാം. I0 ഇൻറ്റു ആൽഫ. സോ വി ഗോട്ട് അനദർ എക്സ്പ്രഷൻ. ഇവിടെ ഡബ്ല്യു സൈൻ തീറ്റ മൈനസ് എഫ് ഈസ് ഈക്വൽ എം എന്നുണ്ട്. അവിടെ നമ്മൾ ഈ എഫ് അതിനെയൊക്കെ വേറെ ടേമിലേക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. ആക്സലേഷൻ ഒരു എക്സ്പ്രഷൻ നമ്മൾക്ക് കാണണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ കിട്ടിയ അറിയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ടോർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ബി ഇൻറ്റു എഫ് ആയിരിക്കും. എബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് വിൽ ബി പി ഇൻറ്റു എഫ് ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു ആൽഫ എന്ന് എഴുതാം. I0 ഈസ് എ മൂവ്മെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ് and alpha is the angular acceleration. Now ഇനി ഇത് സ്ലിപ്പ് ചെയ്യാതെ ഒരു ഇങ്ങനെ കറങ്ങുമ്പോൾ
ഇതിൻ്റെ സർക്കംഫറൻസിലുള്ളൊരു പോയിൻ്റാണ് ഇത് അല്ലേ? ഇതിൻ്റെ സർക്കംഫറൻസിലുള്ളൊരു പോയിൻ്റാണ് ഇത്. ഇത് ഈ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഇവിടെയുള്ള പോയിൻ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. സോ ഇതിൻ്റെ ഒരു ലീനിയർ വെലോസിറ്റി ഉണ്ടാവും. ഈ ഡിസ്റ്റൻസ് ബി ആണ്. ഇതിനൊരു ആംഗുലർ വെലോസിറ്റി ഉണ്ട് അല്ലേ? ഇത് കറങ്ങുന്നതിനൊരു ആംഗുലർ വെലോസിറ്റി ഉണ്ടാവും. ഇത് തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? വി ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ അല്ലേ? ഈ കേസിൽ ഒമേഗയും ആറും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്, സോ ഒമേഗയും ആറും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്, സോ യു വിൽ ഗെറ്റ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് നമുക്ക് എഴുതാം. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ഓക്കെ, പക്ഷെ ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? ബി ആണ്. സോ വി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഒമേഗ. ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എടുത്തു കഴിഞ്ഞാലോ you will get linear acceleration is equal to b into d omega by dt. You will get angular acceleration. So we will get linear acceleration is equal to b into radius into angular acceleration. So we have three such relations. So this is relation 1. So we have relation 2 here. So we have third relation. മൂന്ന് റിലേഷൻസ് നമുക്ക് കിട്ടും. Now our relations ഞാൻ ഒന്നുകൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. Okay, this is the relation 1. P alpha is equal to, this is relation 2. And another thing we got it as A is equal to B alpha. So there is a third relation. Okay. Now if we want to eliminate F, we obtain W sin theta minus F എന്നുള്ളതിന് എഫിന് പകരം നമുക്ക് എന്ത് എഴുതാം? I0 ആൽഫ ബൈ ബി എഫ് ഈസ് ഈക്വൽ I0 ആൽഫ എന്നാണ്. സോ അവിടെ നമുക്ക് എന്ത് എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു I0 ആൽഫ ബൈ ബി. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ W sin theta minus I0 ആൽഫ ബൈ ബി ഈസ് ഈക്വൽ ടു എം എ. ഇവിടെ ഈ ആൽഫ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഈസിക്കലി എ ബൈ ബി എന്ന് എഴുതാം. ആൽഫ ഈസിക്കലി എ ബൈ ബി എന്ന് എഴുതുമ്പോൾ ഇവിടെ എന്ത് വരും? I0 എ ബൈ ബി സ്ക്വയർഡ് എന്ന് വരും. ഇപ്പോൾ ആൽഫ നമ്മൾ മാറ്റുകയാണെങ്കിൽ എ ബൈ ബി സ്ക്വയർഡ് എന്ന് വരും. ഓക്കെ, നൗ ഓൾറെഡി വി ഫൗണ്ട് ദാറ്റ് I0 ഈസ് ഈക്വൽ ടു എം ബി സ്ക്വയർഡ് ബൈ 2. ഓക്കെ, ആൽഫ ഈസ് ഈക്വൽ ടു എ ബൈ ബി. ഓക്കെ, സെയിം ആൽഫ എന്നുള്ളതിന് നമുക്ക് ഇവിടുന്ന് ഇത് എ ബൈ ബി എന്ന് എഴുതാം. ഇനി I0ക്ക് എം ബി സ്ക്വയർഡ് ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എം ബി സ്ക്വയർഡ്, ആ ബി സ്ക്വയർഡും താഴെയുള്ള ബി സ്ക്വയർഡ് വെട്ടിപ്പോയി ബൈ 2, എം എ ബൈ 2 എന്ന് കിട്ടും. സോ വിൽ ഗെറ്റ് ഈ W എന്നതിനെ നമുക്ക് എന്ത് എഴുതാം? ഓൾറെഡി ഞാൻ പറഞ്ഞു, W ഈസ് ഈക്വൽ ടു വെയിറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഇതിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണെങ്കിൽ Wനെ നമുക്ക് എന്ത് എഴുതാം? എം ഇൻറ്റു ജി എന്ന് എഴുതാം. ക്യാപിറ്റൽ എം ആണ് എൻ്റെ മാസെങ്കിൽ എം ഇൻറ്റു ജി. സോ എം ജി സൈൻ തീറ്റ മൈനസ് എം എ ബൈ 2 ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്ന് കിട്ടും. മൈനസ് എം എ ബൈ 2നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? എം ജി സൈൻ തീറ്റ ഇസിക്കൽ എം എ പ്ലസ് എം എ ബൈ 2. ഇത് 1 എം എ പ്ലസ് ഹാഫ് എം എ, അതായത് 1.5 എം എ, അതായത് 3/2 എം എ എന്ന് കിട്ടും. 3/2 എം ഇൻറ്റു എ. എം ക്യാൻസൽ ആയിപ്പോയി. സോ ജി സൈൻ തീറ്റ ഈക്വൽ ടു 3/2 എ എന്ന് കിട്ടും. സോ എ ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു ജി സൈൻ തീറ്റ. സോ വി ക്യാൻ ഫൈൻഡ് ദ ആക്സിലറേഷൻ ഓഫ് എ ഡ്രം rolling down an inclined plane without slipping. Its acceleration will be equal to and angle of theta ആണെങ്കിൽ it will be equal to 2/3 into g sin theta എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുക? ആക്സിലേഷൻ ജിനെ, ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ തീറ്റ, ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ഇതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ മാസ് ഓഫ് ദ ഡ്രം ഓർ ദ റേഡിയസ് ഓഫ് ദി ഡ്രം. ഡ്രമ്മിൻ്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല,
ഡ്രമ്മിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ദ പ്ലെയിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ.